ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയിലെ ഖബർസ്ഥാനായ ജന്നത്തുൽ ബഖീഖ് സന്ദർശിച്ച് തിരിച്ചു വരുമ്പോൾ നബിക്ക് ശക്തമായ തലവേദന അനുഭവപ്പെട്ടു. ഉടനെ ആയിഷാബിയുടെ വീട്ടിലേക്ക് വന്ന് ആയിഷാബിയോട് പറഞ്ഞു, എനിക്ക് നന്നായി തലവേദന അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആയിഷാബി പറഞ്ഞു, എനിക്കും തലവേദനയാണ്. അവൻ വിശ്വാസം ആയിഷാബിയോട് പറഞ്ഞു, അതിന് മാറക്കി, അതിന് നീ എന്തിനാ വിഷമിക്കുന്നത്? ലൗമുത്തി ഖബലിയിലെ വസൽത്തുക്കി വക്കഫൽത്തുക്കി, നീ എങ്ങനെ മരിച്ചു പോയാൽ നിന്നെ ഞാൻ മയ്യത്ത് കുളിപ്പിക്കും, നിന്നെ ഞാൻ കഫൻ ചെയ്യും, നീ എന്തിനാ വിഷമിക്കുന്നത് എന്ന് വിശ്വാസം ആയിഷാബിയോട് തിരിച്ചു ചോദിച്ചു. നബി അങ്ങനെ പറഞ്ഞെങ്കിലും ആയിഷാ ബീവി അല്ല ആദ്യം മരിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യം മരിച്ചത്. അതുകൊണ്ട് ആയിഷാ ബീവിയുടെ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനുള്ള അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കുളിപ്പിക്കാനുള്ള ഭാഗ്യം ആയിഷാ ബീവിക്ക് ലഭിച്ചിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കുളിപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹും അബ്ബാസ് റളിയല്ലാഹു അൻഹും അബ്ബാസിന്റെ മകൻ ഫളൽ ഇബ്നു അബ്ബാസും ഉസാമത്ത് ഇബ്നു സയ്യിദും സക്രാൻ, ഈ 5 പേരും കൂടിയാണ് നബിയുടെ മയ്യത്ത് നിസ്കരിച്ചത്. ഭാര്യമാരാരും അതിൽ പങ്കെടുത്തിട്ടില്ല. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലവിസ്തഖ്ബൽനാ മിൻ അംരിനാ മസ്തദബർനാ മാ വസ്സല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഭാര്യമാർക്ക് നബിയുടെ മയ്യത്ത് കുളിപ്പിക്കാമായിരുന്നു എന്ന് പിന്നീട് ആയിഷ ബീവി വേറൊരു ഘട്ടത്തിൽ പറയുന്നു. സാധാരണ രീതിയിൽ ഒരു സ്ത്രീ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് സ്ത്രീയും പുരുഷൻ മരിച്ചാൽ പുരുഷനുമാണ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം മയ്യത്ത് കുളിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് അവർക്ക് മാത്രമേ ഉള്ളൂ. ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കുളിപ്പിക്കാം, ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് കുളിപ്പിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ പൊതുവെ നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെ ഒരു അവകാശമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാറില്ല, അല്ലെങ്കിൽ അത് പാടില്ല എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതിന് കാരണമായി മനസ്സിലാക്കുന്നത് ഒളു മുറിയുന്നുള്ളതാണ്. ഒളു ഒരിക്കലും മുറിയില്ല. മയ്യത്തായ ഭാര്യയെ തൊട്ടതുകൊണ്ട് ഭാര്യയുടെ ഒളു മുറിയില്ല, മയ്യത്തായ ഭർത്താവിനെ തൊട്ടുകൊണ്ട് ഭർത്താവിൻ്റെ ഒളു മുറിയില്ല. മയ്യത്തിൻ്റെ ഒളു മുറിയുന്ന പരിപാടിയേ ഇല്ല. തൊടുന്നയാളുടെ ഒളു മുറിയുള്ളൂ, മയ്യത്തിൻ്റെ ഒളു ഒരിക്കലും മുറിയില്ല. മറ്റൊരു തെറ്റിദ്ധാരണ എന്നുള്ളത് മരണത്തോടുകൂടി ഭാര്യ ഭർത്തൃ ബന്ധം അവസാനിച്ചു, അതുകൊണ്ട് ഇനി മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല. മരണത്തോടുകൂടി ബന്ധം അവസാനിച്ചെങ്കിൽ പിന്നെ ആ സ്ത്രീക്ക് ഉടനെ പുനർവിവാഹം നടത്താമായിരുന്നു. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ആ സ്ത്രീ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ സ്ത്രീക്ക് വേറൊരാളെ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിൻ്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും മരണത്തോടുകൂടി ബന്ധം അവസാനിച്ചിട്ടില്ല എന്നാണ്. തന്നെയല്ല, ഇവർ തമ്മിൽ അനന്തരാവകാശമുണ്ട്. ഭാര്യയുടെ സ്വത്തിന് ഭർത്താവിനും, ഭർത്താവിൻ്റെ സ്വത്തിന് ഭാര്യയ്ക്കും അവകാശമുണ്ട്. അവകാശം നിലനിൽക്കുന്നതിൻ്റെ അർത്ഥം അവർ തമ്മിലുള്ള ബന്ധം എല്ലാ അർത്ഥത്തിലും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. തന്നെയല്ല, ഭാര്യയുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വയ്ക്കാൻ ഏറ്റവും അവകാശമുള്ളയാളും അർഹനായ ആളും ഭർത്താവ് തന്നെയാണ്. അപ്പൊ അവകാശം നിലനിൽക്കുന്നതിനർത്ഥം ഇവർ തമ്മിലുള്ള ബന്ധം എല്ലാ അർത്ഥത്തിലും അവസാനിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഭർത്താവിനും, ഭർത്താവിന് മയ്യത്ത് കുളിപ്പിക്കാൻ ഭാര്യയ്ക്കും അവകാശമില്ല എന്നുള്ള നമ്മുടെ നാടുകളിലേക്കുള്ള തെറ്റിദ്ധാരണ, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് മനസ്സിലാക്കുക. അടുത്തൊരു കാര്യം, സഹാബാക്കളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള പരിപാടി പലരും നടത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ വസിയത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി വഫാത്തായ സമയത്ത് അലി റളിയല്ലാഹു അൻഹു 2 മക്കളും കൂടിയാണ് ഫാത്തിമ ബീവിയെ കുളിപ്പിച്ചതും കഫൻ ചെയ്തതും. മറ്റാരും അതിനകത്തുണ്ടായിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ കുളിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹയാണ്. അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ കുളിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു അബ്ദില്ല റളിയല്ലാഹു തആല അൻഹയാണ്. ഇങ്ങനെ സഹാബാക്കളെ തന്നെ പലരെയും ഭാര്യമാരെ കുളിപ്പിച്ച, അല്ലെങ്കിൽ ഭർത്താക്കന്മാര് ഭാര്യമാരെ കുളിപ്പിച്ചൊക്കെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു തെറ്റല്ല. പിന്നെ ആരെ മയ്യത്ത് കുളിപ്പിച്ചാലും പരമാവധി മയ്യത്തിന്റെ ശരീരത്തെ സ്പർശിക്കാതെ ഗ്ലൗസോ അല്ലെങ്കിൽ തുണി ചുറ്റിയിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. അത് ആര് കുളിപ്പിച്ചാലും അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ കുളിപ്പിക്കാനുള്ള അവകാശം നിലനിൽക്കുമ്പോൾ തന്നെ അതിനുള്ള അറിവുണ്ടാകണം, അതിനുള്ള പരിചയം ഉണ്ടാകണം, അതിനുള്ള ധൈര്യം ഉണ്ടാകണം എന്നുള്ളത് ആരുടെ വിഷയത്തിലും ബാധകമാണ്. ഒരു പെണ്ണിനെ തന്റെ ഭർത്താവിനെ കുളിപ്പിക്കണമെങ്കിൽ എല്ലാ അറിവും ധൈര്യവും പരിചയവും ഉണ്ടെങ്കിലാണ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ
ഒന്നാമത് അവകാശം സ്വന്തം കുടുംബത്തിൽപ്പെട്ട പെണ്ണുങ്ങൾക്കും, രണ്ടാമത് അന്യ സ്ത്രീകൾക്കും, മൂന്നാമതാണ് ഭർത്താവിന് അവകാശമായിട്ട് വരുന്നത്. ചെറിയ കുട്ടികൾ മരണപ്പെട്ട പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടികൾ ആർക്കും കുളിപ്പിക്കാം. ചെറിയ ആൺകുട്ടികൾ മരണപ്പെട്ടുള്ള കുട്ടി ആർക്കും കുളിപ്പിക്കാം. അതിൽ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നുമില്ല ചെറിയ കുട്ടികളുടെ വിഷയത്തിൽ. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ മരണപ്പെട്ട ആ സ്ത്രീയെ കുളിപ്പിക്കാൻ ആരുമില്ല. അടുത്ത കുടുംബത്തിൽപ്പെട്ട പെണ്ണുങ്ങളുമില്ല, അകന്ന പെണ്ണുങ്ങളുമില്ല, അന്യപുരുഷന്മാർ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സ്ത്രീയെ കുളിപ്പിക്കാതെ തയമം ചെയ്യിപ്പിച്ച് കബറടക്കുകയാണ് വേണ്ടത്. അത്ര പോലും ഒരു അന്യ സ്ത്രീയുടെ ശരീരത്തിൽ ഒരു അന്യപുരുഷൻ സ്പർശിക്കാൻ പാടില്ല. അവളെ കുളിപ്പിക്കരുത്, തയമം ചെയ്യിപ്പിച്ചിട്ട് കബറടക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം കുളിപ്പിക്കാനുള്ള അവകാശം നിലനിൽക്കുന്നുണ്ട് എന്ന് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.